എല്ലാവർക്കും പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം. വീടിനടുത്തുള്ള സഹകരണ ബാങ്കിൽ ജോലി നേടാനായി ഇതാ ഒരു സുവർണ അവസരം. സഹകരണ സർവീസ് പരീക്ഷാ ബോർഡാണ് അപേക്ഷ ക്ഷണിച്ചിട്ടുള്ളത്. നേരിട്ടുള്ള നിയമനമാണ് നടക്കുന്നത്. പരീക്ഷാ ബോർഡ് നടത്തുന്ന OMR പരീക്ഷയുടെയും ബന്ധപ്പെട്ട സഹകരണ സ്ഥാപനങ്ങൾ നടത്തുന്ന ഇൻ്റർവ്യൂവിൻ്റെയും അടിസ്ഥാനത്തിൽ പരീക്ഷാ ബോർഡ് തയ്യാറാക്കുന്ന റാങ്ക് ലിസ്റ്റിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും നിയമനം നടത്തുന്നത്. നിയമന അധികാരി ബന്ധപ്പെട്ട സഹകരണ സംഘം അല്ലെങ്കിൽ ബാങ്കുകളാണ്. ഓൺലൈൻ രജിസ്ട്രേഷൻ നടത്തിയിട്ടില്ലാത്ത ഉദ്യോഗാർത്ഥികൾ ഓൺലൈൻ രജിസ്ട്രേഷൻ പൂർത്തിയാക്കിയ ശേഷവും നിലവിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഉദ്യോഗാർത്ഥികൾ അവരവരുടെ പ്രൊഫൈലിലൂടെയും ഓൺലൈനായി പരീക്ഷാ ബോർഡിൻ്റെ വെബ്സൈറ്റിലൂടെ അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. പരീക്ഷാ ബോർഡിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് www.cseb.kerala.gov.in ആണ്. കാറ്റഗറി 12/2026 ജൂനിയർ ക്ലർക്ക് തസ്തികയിലേക്കാണ് അപേക്ഷ ക്ഷണിച്ചിട്ടുള്ളത്. ജൂനിയർ ക്ലർക്ക് അല്ലെങ്കിൽ കാഷ്യർ തസ്തികയിലേക്ക് വരുന്ന വിദ്യാഭ്യാസ യോഗ്യത സഹകരണ നിയമത്തിന് വിധേയമാണ്. SSLC അല്ലെങ്കിൽ തത്തുല്യ യോഗ്യതയും കൂടാതെ ജൂനിയർ ഡിപ്ലോമ ഇൻ കോർപ്പറേഷൻ അടിസ്ഥാന യോഗ്യതയുമായിരിക്കും. സഹകരണം ഐച്ഛിക വിഷയമായി പഠിച്ച BCom വിദ്യാർത്ഥികൾക്ക് ഈ തസ്തികയിലേക്ക് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. അല്ലെങ്കിൽ അംഗീകൃത സർവകലാശാലയിൽ നിന്നുമുള്ള ഏതെങ്കിലും ഒരു വിഷയത്തിലുള്ള ബിരുദവും സഹകരണ ഹയർ ഡിപ്ലോമയോ കോഓപ്പറേറ്റീവ് ട്രെയിനിങ് കോഴ്സോ HDC യോഗ്യതയുള്ളവർക്കും ഈ തസ്തികയിലേക്ക് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. കേരളത്തിൽ തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, പാലക്കാട്, ഇടുക്കി, മലപ്പുറം, കോഴിക്കോട്, കാസർഗോഡ് തുടങ്ങിയ ജില്ലകളിലായി ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ കഴിയുന്ന പ്രായപരിധി 18 വയസ്സായിരിക്കണം. പ്രായം 1/1/2026 അടിസ്ഥാനമാക്കിയാണ് കണക്കാക്കുന്നത്. തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ കഴിയുന്ന ഉയർന്ന പ്രായപരിധി 40 വയസ്സാണ്. SC, ST, OBC, EWS, ഭിന്നശേഷിക്കാർ, വിധവകൾ എന്നിവർക്ക് ഏജ് റിലാക്സേഷൻ ഉണ്ട്. SC, ST കാറ്റഗറിക്ക് 5 വർഷവും OBC കാറ്റഗറി, EWS കാറ്റഗറിക്ക് 3 വർഷവുമാണ് ഏജ് റിലാക്സേഷനായി ലഭിക്കുന്നത്. ഭിന്നശേഷിക്കാർക്ക് 10 വർഷവും വിധവകൾക്ക് 5 വർഷവുമാണ് ഏജ് റിലാക്സേഷൻ. സഹകരണ പരീക്ഷാ ബോർഡ് നടത്തുന്ന പരീക്ഷയിൽ 1 മാർക്കിൻ്റെ 100 ചോദ്യങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഒരു സംഘം അല്ലെങ്കിൽ ബാങ്കിൻ്റെ യോഗ്യതാ ലിസ്റ്റിൽ ഉൾപ്പെടുന്ന ഉദ്യോഗാർത്ഥികൾക്ക് അഭിമുഖത്തിന് പരമാവധി 20 മാർക്കാണ് നിശ്ചയിച്ചിട്ടുള്ളത്. അഭിമുഖത്തിന് ഹാജരായാൽ മിനിമം 4 മാർക്ക് ലഭിക്കുന്നതാണ്. ബാക്കി 16 മാർക്ക് അഭിമുഖത്തിൻ്റെ പ്രകടനത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും ലഭിക്കുന്നത്. ഉദ്യോഗാർത്ഥികൾ പരീക്ഷാ ഫീസിനോടൊപ്പം GSTയും കൂടി അടയ്ക്കേണ്ടതാണ്. ഉദ്യോഗാർത്ഥികൾക്ക് ഒന്നിൽ കൂടുതൽ സംഘം അല്ലെങ്കിൽ ബാങ്കുകളിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. പൊതുവിഭാഗക്കാർക്കും വയസ്സിളവ് ലഭിക്കുന്നവർ ഉൾപ്പെടെയുള്ളവർക്കും ഒരു സംഘത്തിന് 150 രൂപയും തുടർന്നുള്ള ഓരോ സംഘത്തിനും 50 രൂപ വീതവും അധികമായി അടയ്ക്കേണ്ടതാണ്. SC, ST കാറ്റഗറിക്ക് ഒരു സംഘം അല്ലെങ്കിൽ ഒരു ബാങ്കിന് 50 രൂപയും തുടർന്നുള്ള ഓരോ സംഘം അല്ലെങ്കിൽ ബാങ്കിന് 50 രൂപ വീതവും അധികമായി പരീക്ഷാ ഫീസായി അടയ്ക്കേണ്ടതാണ്. ഉദ്യോഗാർത്ഥികൾക്ക് പരീക്ഷാ ബോർഡിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിലൂടെ ഫീസും അടയ്ക്കാവുന്നതാണ്. തപാൽ മുഖേനയുള്ള അപേക്ഷകൾ സ്വീകരിക്കുന്നതല്ല. ഉദ്യോഗാർത്ഥികൾ ഓൺലൈനായി അപേക്ഷ സമർപ്പിച്ച ശേഷം അപേക്ഷയുടെ പ്രിൻ്റ് ഔട്ട് എടുത്ത് സൂക്ഷിക്കേണ്ടതുമാണ്. ഉദ്യോഗാർത്ഥികൾ അപേക്ഷ സ്വീകരിക്കേണ്ട അവസാന തീയതിക്ക് മുൻപായി നിശ്ചിത വിദ്യാഭ്യാസ യോഗ്യത നേടിയിട്ടുള്ളവരായിരിക്കണം. അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി 4/4/2026 ആണ്. അപേക്ഷ സമർപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികൾ വിശദമായി നോട്ടിഫിക്കേഷൻ വായിച്ചു നോക്കിയ ശേഷം മാത്രം അപേക്ഷ സമർപ്പിക്കുക. വീടിനടുത്തുള്ള സഹകരണ ബാങ്കിൽ ഉയർന്ന ശമ്പളത്തിൽ ഒരു സ്ഥിരജോലി ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ഒരു സുവർണ അവസരമാണ് സഹകരണ സർവീസ് പരീക്ഷാ ബോർഡ് ഒരുക്കിയിരിക്കുന്നത്. നിശ്ചിത വിദ്യാഭ്യാസ യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾ ഈ അവസരം പരമാവധി പ്രയോജനപ്പെടുത്താനായിട്ട് ശ്രമിക്കുക. നിശ്ചിത വിദ്യാഭ്യാസ യോഗ്യതയുള്ള നിങ്ങളുടെ കൂട്ടുകാരിലേക്കും ഈ വിവരം എത്തിക്കുക. ഇതുപോലെയുള്ള ജോബ് ഇൻഫർമേഷൻസ് വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.